രേവതി അങ്ങനെ പൂ കെട്ടിക്കൊടുക്കുന്നതിന് പുറമെ പുതിയ ബിസിനസ് ആരംഭിക്കുകയാണ്. സ്റ്റേജ് ഡെക്കറേഷൻസ് ആയിരിക്കും രേവതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മോഡൽസ് എല്ലാം രേവതി ഉണ്ടാക്കി വെക്കുവാണ്. സച്ചി വരുമ്പോ രേവതി അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സച്ചി ഒരുപാട് സന്തോഷത്തില് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി, എന്തൊരു ഭംഗിയാ ഇതെല്ലാം കാണാനായിട്ട്. ഇത് നീ ഉണ്ടാക്കിയതാണോ? ആ സച്ചിയേട്ടാ, ഇത് മോഡലായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാ. നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇനി കുറച്ച് വേറെ ബിസിനസ് എല്ലാം നോക്കണം. നമുക്ക് മുകളിൽ ഒരു റൂമൊക്കെ എടുക്കണ്ടേ? അതിന് ഞാനും കൂടെ എന്തെങ്കിലും സഹായിക്കണ്ടേ? അതിനുവേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയതാ ഇങ്ങനൊരു ഐഡിയ. ഇതെല്ലാവർക്കും കാണിച്ചു കൊടുത്ത് നമുക്കെന്തെങ്കിലും ഓർഡർ കിട്ടുവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ? സത്യ രേവതി, നന്നായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാ. ഇത് സ്റ്റേജിൽ വരുമ്പോൾ അതിലും ഭംഗിയായിരിക്കും. ഇതെല്ലാം കണ്ട് വർഷ വരുന്നുണ്ട്. വർഷ കാണുന്നതും ഒരുപാട് സന്തോഷത്തോടു കൂടി രേവതിയോട് പറയുന്നുണ്ട്, ചേച്ചി, അടിപൊളിയായിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. വർഷേ, ഞാനിനി കുറച്ച് സ്റ്റേജ് ഡെക്കറേഷന്റെ കാര്യമൊക്കെ നോക്കാന്ന് കരുതാ. അതിനുവേണ്ടി ഒരു ഡെമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ആണോ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി പോയിട്ടെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വാ. കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നേ? ഇതിന്റെ ഫോട്ടോ പോരെ? അതുപോരാ, ഇതിന്റെ ഓണർ ആരാ? ചേച്ചിയാ. അതുകൊണ്ട് ചേച്ചിക്ക് ഞാനൊരു പേജ് തുടങ്ങിത്തരാം. ഇങ്ങനെ ചേച്ചി ഉണ്ടാക്കുന്ന ഓരോ വർക്കും അതിലിട്ടാ മതി. ചേച്ചിക്ക് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ആയിട്ട് കിട്ടും. അത് നല്ലൊരു കാര്യമല്ലേ? സച്ചേട്ടാ, ചേച്ചിയോടൊന്ന് പറ. രേവതി, വർഷ പറഞ്ഞത് ശരിയല്ലേ? നീ പോയിട്ടേ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വാ. സച്ചേട്ടാ, എൻ്റെ കയ്യിൽ പുതിയ സാരിയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? പുതിയ സാരിയാണോ പ്രശ്നം? ഞാനിന്ന് 2-3 സാരി വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചേച്ചിക്കേ അതിലൊരെണ്ണം തരാം. ചേച്ചി അത് കൊടുത്താൽ മതി. വാ ചേച്ചി, ഞാൻ ചേച്ചിയെ ഒരുക്കാം എന്നും പറഞ്ഞ് വർഷ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ചന്ദ്രയോ സുതിയോ ശ്രുതിയോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ വർഷ നല്ല അടിപൊളിയായിട്ട് രേവതിയെ ഒരുക്കുന്നുണ്ട്. സച്ചി രേവതിയെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. അത്രയും ഭംഗിയിലാണ് രേവതി വരുന്നത്. ആഹാ, അടിപൊളിയായിട്ടുണ്ട് വർഷേ, സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വർഷയെ പുകഴ്ത്തുന്നുണ്ട് സച്ചി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്ന് വർഷയോട് ചോദിക്കുന്നു. രണ്ടുപേരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയുടെ പല പല ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വർഷ എടുക്കുക. വർഷ പറയുന്നുണ്ട്, ചേച്ചി, ഇനി ഒരു റാംബാ കൂടെ ആവാം. അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അയ്യോ, എനിക്കൊന്നും അറിയില്ല. അതെങ്ങനെ നടക്കാന്ന് പോലും എനിക്കറിയില്ല. അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഇങ്ങനെയാ നടക്കുക. ഇതുപോലൊന്നും നടന്നേ. അങ്ങനെ രേവതി ഒന്നും നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെയൊന്നും ആവുന്നുണ്ടായിരിക്കില്ല. വീണ്ടും വർഷ പറയുന്നുണ്ട്, അങ്ങനെയല്ലേ ചേച്ചി, ഇതാ ഇങ്ങനെ നടക്ക്. ഇങ്ങനെ നടന്നാലേ ചേച്ചിക്കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെ രേവതി അങ്ങനെയൊക്കെ നടക്കുന്നു. പോസൊന്നും പറഞ്ഞു കൊടുത്ത് രേവതിക്ക് അറിയുന്നത് പോലും ഉണ്ടായിരിക്കില്ല. സച്ചി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കുലുക്കിയിട്ടൊക്കെ രേവതിയെ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്തും വരുന്നുണ്ട്. ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ അവിടുന്ന് ഓടി ഒളിക്കുന്നുണ്ട്. ആഹാ, കൊള്ളാലോ. ഏട്ടത്തി, ഏട്ടത്തി എങ്ങോട്ടാ പോകുന്നേ? അതെ, നിന്നെ കണ്ട് നാണമായിട്ട് പോവാ. അതെന്താ അറിയോ, ചേച്ചി ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ, സ്റ്റേജ് ഡെക്കറേഷൻസ്. അപ്പോ അതിനു വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ചേച്ചി ഒന്ന് ഒരുക്കിയതാ. ചേച്ചിക്ക് വലിയ നാണം. ഏട്ടത്തി, അതിനെന്താ, അത് നല്ല കാര്യമല്ലേ. ഏട്ടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തും പറഞ്ഞ് രേവതിയെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുപ്പിക്കുകയാണ്. സാരിയുടെ മുന്താണി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീശി എറിഞ്ഞൊക്കെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന സമയത്തായിരിക്കും ചന്ദ്രമതിയും സുതിയും ശ്രുതിയും അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് രേവതിയുടെ ബാക്കായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഏതോ ഒരു പെണ്ണിനെ വിളിച്ചു കയറ്റി എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. അമ്മ വരുന്നത് കാണുമ്പോൾ വേഗം തന്നെ അവിടുന്ന് ശ്രുതിയും ശ്രീകാന്തും അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ രേവതി അനങ്ങാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. തലക്കൂടെയൊക്കെ സാരിയുടെ തലയിട്ട് അങ്ങ് മൂടുന്നുണ്ട്. ഇത് കാണുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. എടാ, നീ ഏത് പെണ്ണിനെയാടാ വിളിച്ചു കയറ്റിയിരിക്കുന്നേ? അതൊക്കെയുണ്ട്. രേവതിയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കാനായിട്ട് നോക്കുമ്പോൾ സച്ചി സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. പറയടാ, നിനക്ക് നാണമുണ്ടോടാ? ഇത് രേവതി അറിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ തീരുമാനാവും. ഇവളെവിടെ കിടക്കുന്നേ? ഇവളെങ്ങോട്ടായി പോയിരിക്കുന്നേ? എടി രേവതി, നീ ഇതൊന്നും കാണുന്നില്ലേ? ഈ സച്ചി എന്തൊക്കെയാ അവിടെ കാണിക്കുന്നേ എന്നിങ്ങനെ വിളിച്ചു കൂവാണ്. പെട്ടെന്ന് രേവതി കൈ മാറ്റി അങ്ങ് തിരിയുന്നുണ്ട്. രേവതിയെ കാണുമ്പോൾ ചന്ദ്രമതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഓ, നീയായിരുന്നോ? ഞാനാകെ പേടിച്ചു പോയി. എന്നാ രേവതിയുടെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരിക്കും. നീ എന്തിനാ എനിക്ക് അറിയുന്നേ? എന്നാലും അമ്മയ്ക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലായി. സച്ചേട്ടൻ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് അറിഞ്ഞപ്പോൾ
എന്നെ ഓർത്തല്ലോ അമ്മ. അതോർത്തപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. മതി മതി, നീ പോയിട്ടേ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാ. ഓരോരോ വേഷം കെട്ട്. അപ്പോൾ അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹമൊക്കെ ഉണ്ട്, പുറമേ കാണിക്കാത്തതാണ് അല്ലേ? എടാ, നിന്നോടുമില്ല നിന്റെ ഭാര്യയോടുമില്ല എനിക്ക് സ്നേഹം. നീ മര്യാദയ്ക്ക് നിന്റെ പാട് നോക്കി പോയേ എന്നും പറഞ്ഞ് ചന്ദ്ര റൂമിലോട്ട് പോകുന്നുണ്ട്. ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ട കാരണം രേവതിക്ക് ഒരുപാട് വർക്കൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് രേവതിക്ക് കിട്ടിയ വർക്ക് എല്ലാവരോടും വന്ന് പറയുന്നുണ്ട്. അഡ്വാൻസും രേവതിക്ക് കിട്ടുവാണ്. കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ട് രേവതി വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അച്ഛാ, ഈ സ്വീറ്റ്സ് എടുക്ക്. ഇത് കണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്തിനാ രവിയേട്ടന് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നേ? ഇനി ഷുഗർ എങ്ങാനും വന്നാലോ? ഒരു കഷ്ണം കഴിച്ചെന്ന് കരുതിയിട്ടേ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല ചന്ദ്രേ. അവളെന്തോ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടല്ലേ ഈ സ്വീറ്റ്സുമായിട്ട് വന്നിരിക്കുന്നേ? എന്താ മോളെ, എന്താ കാര്യം? അപ്പോഴേക്കും സച്ചി വരുന്നുണ്ട്. സച്ചിയേട്ടാ, ഈ സ്വീറ്റ്സ് എടുക്ക്. സച്ചി എടുക്കുന്നുണ്ട്. എന്താ രേവതി വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? സച്ചേട്ടാ, എനിക്ക് ഓർഡർ കിട്ടി. ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തില് കല്യാണ വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കല്യാണത്തിന് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യേണ്ടതേ ഞാനാ. അതിന് അഡ്വാൻസും കിട്ടി. ഇതാ സച്ചേട്ടാ, ഇത് വാങ്ങിക്ക്. ഇത് കേൾക്കുന്നതും സച്ചിക്കും അതുപോലെ രവിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ, ഇതാണോ ഇപ്പോൾ വലിയ കാര്യം? അതെ, ഇത് വലിയ കാര്യം തന്നെയാ. എൻ്റെ ഭാര്യ ഇനി ഇതുപോലെ ഒരുപാട് ഓർഡറൊക്കെ എടുക്കും. എന്നിട്ട് ഞങ്ങളെ സ്വന്തമായിട്ട് മുകളിലൊരു റൂം അങ്ങ് കിട്ടും എന്നൊക്കെ സച്ചി പറയുന്നു. ശ്രുതിയും ശ്രുതിയും വരുന്ന സമയത്ത് രേവതി സ്വീറ്റ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശ്രുതി എടുക്കാൻ നേരത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇതൊക്കെ എവിടുന്ന് വാങ്ങിച്ചതാന്നാവോ, ലോക്കൽ സാധനാവും, ഇതൊന്നും എടുക്കണ്ട എന്ന് ശ്രുതിയോട് പറയുക. അങ്ങനെയൊന്നുമല്ല, ഇതേ നല്ല കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാ എന്ന് രേവതി പറയുന്നു. അല്ല രേവതി, എന്താ വിശേഷം? അത് എനിക്കൊരു സ്റ്റേജ് വർക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിനാ ഞാൻ ഈ സ്വീറ്റ്സ് എല്ലാവർക്കും വാങ്ങിച്ചത്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഇത് മധുരത്തിലൊതുക്കിയാൽ മാത്രം പോരാ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. എല്ലാവർക്കും അടിപൊളി ബിരിയാണി. എന്നാ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ, എന്നാ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. പുറത്ത് വെച്ച് നമുക്ക് ഒരു ഉഗ്രൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാം. എന്നാലേ ഞാൻ പോയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വരാം. നമ്മുടെ കയ്യിൽ അത്ര വലിയ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിന്റെ ഫ്രണ്ട്സിനും അതുപോലെ രേവതിയുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുക്കാം എന്നിങ്ങനെ പറയാണ് സച്ചി. നല്ല മട്ടൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാം. രേവതി, ഞാൻ പോയിട്ടേ മട്ടൻ വാങ്ങിച്ചിട്ട് വരാം. അല്ല സച്ചേട്ടാ, ഞാൻ കൂടെ വരാം. പിന്നെ ഇതിനുള്ള എല്ലാ ചെലവും എൻ്റെ വകയാ. ഇതാ, ഈ പൈസ സച്ചേട്ടൻ്റെ കയ്യിൽ വയ്ക്കുക. ഇതെനിക്ക് അഡ്വാൻസ് കിട്ടിയതാ എന്നും പറഞ്ഞ് രേവതി കൊടുക്കുക. ഇത് കണ്ട് ചന്ദ്രയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ രേവതിയും സച്ചിയും കൂടിയാണ് മട്ടൻ വാങ്ങാനായിട്ട് പോകുന്നത്. രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചേട്ടാ, നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ഇന്ന് മട്ടൻ വാങ്ങിക്കണ്ട. എൻ്റെ ഫ്രണ്ട് സ്ഥിരമായിട്ട് ഒരു കടയിൽ നിന്നേ മട്ടൻ വാങ്ങിക്കുന്നുണ്ട്. അവിടുന്ന് വാങ്ങിച്ചാൽ നല്ലതാണെന്നാ പറഞ്ഞത്. ഇന്ന് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം. ശരി, എന്നാ ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എവിടെയാ കടയെന്ന്. എന്നാ ഇവർ ചെല്ലാൻ പോകുന്നത് ബീരാൻ്റെ കടയിലോട്ടായിരിക്കും. ബീരാൻ്റെ എല്ലാ കള്ളക്കളികളും ഇന്നോടുകൂടി പൊളിയാണ് കേട്ടോ. സച്ചിയും രേവതിയും ബീരാൻ്റെ കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തുന്നുണ്ട്. ബീരാൻ പാട്ടും പാടിക്കൊണ്ട് മട്ടൻ വെട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ സച്ചിയും രേവതിയും കടയിലോട്ട് കയറുക. പെട്ടെന്ന് ബീരാൻ തിരിയുന്ന സമയത്ത് ആകെ ഞെട്ടുന്നുണ്ട്. സച്ചിയും രേവതിയും അതിലേറെ ഞെട്ടി നിൽക്കുവാണ്. സച്ചേട്ടാ, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് ചോദിക്കുന്നതും ബീരാൻ അവിടെ കത്തിയൊക്കെ വെച്ച് ഇറങ്ങി അങ്ങ് ഓടുന്നുണ്ട്. സച്ചി പുറകെ പോയി പിടിക്കുന്നുണ്ട്. കൂടെ രേവതിയുണ്ട്. ബീരാനെ പിടിച്ച് സച്ചി ചോദിക്കുന്നുണ്ട്, സത്യം പറ, നിങ്ങൾ ആരാ? ശ്രുതിയുടെ ഇളയച്ചനാണെന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുമായിരുന്നോ? നിങ്ങൾ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയടോ, താൻ ആരാ? സച്ചി, എന്നോട് ക്ഷമിക്ക്, എന്നൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ബീരാൻ സച്ചിക്ക് മുൻപിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം സച്ചിയോട് വിളിച്ചു പറയുന്നുണ്ട് ബീരാൻ.